അമേരിക്കയുമായുള്ള നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്തതാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. യുഎസിനെ അനുസരിക്കുവാനുള്ള സമ്മർദ്ദത്തിന് ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്നും നേരിട്ടുള്ള ചർച്ചകൾക്കായി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പ്രതിസന്ധിയുടെ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതാണെന്നും ഖമേനി പറഞ്ഞു. ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ ശക്തികളുമായി നിലനിൽക്കുന്ന തർക്കത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന പുറത്തുവന്നത്. ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിനിടെ അമേരിക്കയും ഇസ്രായേലും രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതിനെ തുടർന്ന് ഇറാൻ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ നിർത്തിയിരുന്നു. യുഎസുമായി ചർച്ച നടത്താൻ പ്രേരിപ്പിച്ചിരുന്നവർ ബാഹ്യരൂപം മാത്രമാണ് കാണുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ ഈ പ്രശ്നം പരിഹരിക്കാനാവാത്തതാണ്. ഇറാൻ അമേരിക്കയെ അനുസരിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. അത്തരം തെറ്റായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവർക്കെതിരെ ഇറാനിലെ ജനത അവരുടെ സർവ്വശക്തിയുമെടുത്ത് നിലകൊള്ളുമെന്നും ഖമേനി പറഞ്ഞതായി സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അടുത്തയാഴ്ച ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഫ്രഞ്ച്, ബ്രിട്ടീഷ്, ജർമ്മൻ പ്രതിനിധികളുമായി ധാരണയിലെത്തിയതായി സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഖമേനിയുടെ ഈ പ്രസ്താവന. അതേസമയം ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം സ്നാപ്ബാക്ക് സംവിധാനം ഉപയോഗിച്ച് ഇറാനെതിരായ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും യുഎസും പറയുന്നു. എന്നാൽ ആണവോർജ്ജം വികസിപ്പിക്കാൻ മാത്രമാണ് തങ്ങൾക്ക് താൽപ്പര്യമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു.